ഹായ് ഹലോ വെൽക്കം ബാക്ക്. അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ഞാനും ഇവിടെ അൽഹംദുലില്ലാഹ് സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് എൻ്റെ വീട്ടിൽ നിന്നുള്ള ഒരു ദിവസത്തെ ഒരു ഡേ മൈ ലൈഫ് ആണ്. അങ്ങനെ ഉമ്മ തലേന്ന് തന്നെ വെള്ളപ്പത്തിനുള്ള മാവൊക്കെ വെച്ചിട്ട് അത് നല്ല പുളിച്ച് വന്നതാണ്. പിന്നെ അപ്പോഴേക്കും പിന്നീട് വെള്ളപ്പത്തിനുള്ള മാവ് തലേന്ന് എടുത്ത വീഡിയോ ആണ്. ഇതിൽ തേങ്ങയും ചോറും ഒക്കെ മിക്സാക്കിയിട്ടാണ് ഉമ്മ വെള്ളപ്പത്തിനുള്ള മാവ് അരി പച്ചരി കൊണ്ടാണ് ഉമ്മ വെള്ളപ്പത്തിനുള്ള മാവ് തലേന്ന് ഉണ്ടാക്കുമ്പോൾ തന്നെ അതിലേക്ക് കുറച്ച് ഒരു നല്ല അപ്പക്കാരവും പിന്നെ അര ടീസ്പൂണ് പഞ്ചസാരയൊക്കെ ഇടാക്കി വെക്കും. അപ്പോഴാണ് ആ വെള്ളപ്പത്തിൻ്റെ ഒരു നമ്മൾ പീടികയെന്നൊക്കെ കഴിക്കണ വെള്ളപ്പത്തിൻ്റെ ഒരു ഫ്ലേവറിൽ അതൊക്കെ വരും. ഇത് ടീ ബെറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇത് റോസ് ടീ ഉണ്ട്, പിന്നെ ലാവൻഡർ ടീ ഉണ്ട്. അതിൻ്റെ ബ്രദർ അങ്ങനെ ഓൺലൈനിൽ കണ്ടപ്പോൾ വാങ്ങിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ വൈകുന്നേരമൊക്കെ കുടിക്കാനും രാവിലെ എപ്പോഴും കുടിക്കാം. പിന്നെ ഉമ്മ ഉണ്ടാക്കി വെച്ച ചൂലാണ് ഗൈസ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ആക്കണം. നമ്മൾ ടിലോൻ്റെ കുപ്പി എന്തെങ്കിലും എടുത്തിട്ട് അടിവശം കട്ടാക്കിയിട്ട് ഇറുക്കിളി വെച്ചതാണ്. അപ്പോഴേക്കും ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു. പിന്നെ മോനെ ഉറക്കി പിന്നെ അത് കഴിഞ്ഞു മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടതാണ് ഈ ഒരു നല്ല ഭംഗിയിലെ പൂച്ചനെ കാണാൻ. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഷൂട്ട് ചെയ്തെന്നുള്ളൂ. പിന്നെ ഉമ്മ ഉണ്ടാക്കിയ മഞ്ഞളാണ് ഇതൊക്കെ. ഉമ്മക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഉമ്മ മഞ്ഞൾ, വഴുതനങ്ങ, പിന്നെ പച്ചമുളക് അങ്ങനെയൊക്കെ ഉമ്മക്ക് ചെറുതായിട്ടുള്ളൊക്കെ ഇഷ്ടമുണ്ട്. അങ്ങനെ മഞ്ഞൾ കണ്ടപ്പോൾ ഞാനതൊക്കെ റെഡിയാക്കി വെച്ചതാണ്. എനിക്കും എന്തെങ്കിലും ഉപകാരത്തിന് എടുക്കാമല്ലോ കരുതിയിട്ട്. അങ്ങനെ മേലെ കയറിയപ്പോൾ ടെറസിൻ്റെ മുകളിൽ കയറിയിട്ട് ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. ഇവിടെ കുറേ കവുങ്ങ് മരങ്ങൾ കുറേ ഉണ്ട്. അപ്പം അങ്ങനെ അവിടെ അടക്കൊക്കെ ഉണക്കാട്ടതാണ് ഗൈസ്. അപ്പുറത്തെ വീട്ടിലെ അടക്കഴിഞ്ഞ് അതൊന്ന് ഷൂട്ട് ചെയ്തു. പിന്നെ അപ്പോഴേക്കും ഉമ്മ ഇവിടെ മോനെ കളിപ്പിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് മോൻ്റെ കുറുക്കുണ്ടാക്കാൻ വന്നു. അപ്പോഴേക്കും ഉമ്മ ഇവിടെ ചോറ് കറിക്കുള്ളതൊക്കെ തയ്യാറാക്കുന്നുണ്ട്. ഞാൻ രാഗി പൗഡറാണ് മോൻക്ക് കൊടുക്കൽ. ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് ആഡ് ചെയ്യണേ. ആദ്യം ഞാൻ കൊടുത്തിരുന്നത് രാഗി പൗഡറിൽ കുറച്ച് പനങ്കൽക്കണ്ട ഇട്ടിട്ടായിരുന്നു. പിന്നെ ഞാൻ ഉപ്പാണ് ഇടയിൽ. ഇവനക്ക് ഉപ്പ് ഇങ്ങനെ ആക്കി കൊടുത്ത ഭയങ്കര ഇഷ്ടം. ഒരു കല്ലുപ്പാണ്, ഒരു ഒരു ചെറിയൊരു കഷ്ണം കല്ലുപ്പ് മാത്രമേ ഞാൻ ആഡാക്കലുള്ളൂ. അതിൽ പിന്നെ ഷുഗറായിട്ടൊന്നും ആഡാക്കില്ല. പിന്നെ രാഗി നല്ലോണം അടുപ്പത്തിട്ട് വേവിച്ചിട്ട് ഇതിലേക്ക് ഒരു നുള്ള് നാടൻ നെയ്യാണ് ഇതിൽ ആഡ് ചെയ്തത്. അത് ആഡ് ചെയ്തണം. ഇങ്ങനെയാണ് അവനക്ക് കുറുക്കൊക്കെ തയ്യാറാക്കി കൊടുക്കൽ. ഇവന് മുഴുവനും കഴിച്ചിരുന്നു കേട്ടോ. അവനക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ അപ്പോൾ കാക്കാൻ്റെ കളി നോക്കിയിരിക്കുകയാണ് അവന്. ഓൻ്റെ കളി ഇങ്ങനെ കാണുമ്പോൾ ആളിങ്ങനെ കഴിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. മോനെ കുളിപ്പിച്ചു. അപ്പോഴേക്കും ഉമ്മ മീനൊക്കെ മുറിച്ചു. അയലമീനും സുതമീനായിരുന്നു ഇപ്പോൾ കൊണ്ടുവന്നത്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി മീൻ കറി കഴിച്ചു. പിന്നെ മീൻകറി സാധാ നോർമൽ കറി വെക്കണ പോലെ തന്നെ ഇതിൽ മല്ലിപ്പൊടി ഇട്ടില്ല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, പുളി എല്ലാം ആഡ് ചെയ്തിട്ട് ആദ്യം അടുപ്പത്ത് വെച്ച് അത് കഴിഞ്ഞ് തിളയ്ക്കുമ്പോൾ മീനിട്ട് പിന്നെ ചെറിയ ഉള്ളിൽ തുമ്മിച്ചു. ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും, ബൈ. അങ്ങനെ ഉച്ചക്കത്തെ ചോറ് കഴിക്കണം ഗൈസ്. നല്ല അടിപൊളി അയലക്കറിയും പയറുപ്പേരിയും സൂത പൊരിച്ചതും പപ്പടവും അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഉമ്മയുടെ അച്ചാർ ഉണ്ടായിരുന്നു. അത് ഷൂട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, താങ്ക് യു ഗൈസ്. ബൈ ബൈ.